ഈ കിടക്കുന്നത് നിസാൻ മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ലോഞ്ച് ചെയ്ത ഒരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ്. കുറോ എന്നാണ് ഈ ഒരു വേരിയൻ്റെ പേര് നമുക്ക് വരുന്നത്. KURO എന്നതാണ് അതിൻ്റെ ഒരു സ്പെല്ലിംഗ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ ഒരു മോഡല് നമുക്ക് നോർമൽ എഞ്ചിനിലും വരുന്നുണ്ട്, അതേപോലെ ടെർബോയിലും വരുന്നുണ്ട്. നോർമൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ മാനുവൽ വേരിയൻറ്റിന് 911 ഓൺ റോഡ് വരുന്നത്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ 968 വരും. ഇതിൻ്റെ തന്നെ ടെർബോ മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 10,60,000 രൂപ മാനുവലിനും CVTക്ക് 1182 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റിലും കാണിച്ചു തരാം. LED ആണ് അതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ്, DRL ഓപ്ഷൻ വരുന്നുണ്ട്. ഇതൊരു ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു വാഹനമാണ്. ആ ഒരു ഗ്രില്ലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്ലോസി ഫിനിഷിൽ, എന്നാൽ ആ ഒരു ചുറ്റും നല്ല ക്രോം ഒന്നും ഇല്ലാതെ തന്നെ ഫുള്ളൊരു ബ്ലാക്ക് ഫിനിഷിൽ ആ ഒരു എന്താ പറയുക കമ്പനി മേക്ക് ചെയ്തെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് അലോയിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ അലോയ് വീലൊക്കെ വരുന്നു. അതാണ് ഈ ഒരു പോർഷനിലായിട്ട് കുറോ എന്നൊരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നു. റൂഫ് റെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ആ ഒരു റൂഫ് റെയിലും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുള്ളത്. റിയർ പ്രൊഫൈലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഷാർപ്പിന് ആഡിനെ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ലൈൻ, റിയർ വൈപ്പർ, മാഗ്നറ്റിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. 336 ലിറ്ററാണ് ഈ മോഡലിൻ്റെ ബൂട്ട് സ്പേസ് കമ്പനി കൊടുത്തിട്ടുള്ളത്. മോശമല്ലാത്തൊരു ബൂട്ട് സ്പേസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനിലായിട്ടൊരു ലൈറ്റ് യൂണിറ്റ് കൊടുത്തു. അതേപോലെ 60/40 സ്പ്ലിറ്റിങ് വരുന്നുണ്ട്. പാഴ്സൽ ട്രെയിൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഡോർ ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം. കീലെസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് വരുന്നു. ഫുള്ളി LED ആണ് ഇതിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിങ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, 5 സ്പീഡ് ഗിയർ ബോക്സ്, ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ്, 6 എയർ ബാഗ്, ഫുള്ളി ഡാർക്ക് തീമിലുള്ള ആ ഒരു സീറ്റ് കവറും നൽകിയിട്ടുള്ളത് കാണാം. ഇവിടുന്ന് തന്നെ റിയർ പ്രൊഫൈലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ്, ആംറസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ടോപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നോർമൽ എഞ്ചിനും വരുന്നുണ്ട്, അതേപോലെ ടെർബോയും നമുക്ക് വരുന്നുണ്ട്. നോർമൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 72 PS പവറും 96 Nm ടോർക്കുമാണ് വരുന്നത്. അത് ടെർബോ ആണെന്നുണ്ടെങ്കിലോ 100 bhp കരുത്തും 160 Nm ടോർക്കും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അറിയാം, ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം.